വയറുകെട്ടൽ ഇതാണ് കേരളത്തിൽ വളരെ സാധാരണമായി കാണുന്ന ഒരു പ്രാക്ടീസ്. ഡെലിവറി കഴിഞ്ഞാൽ ഉടനെ വയറ് പിടിച്ച് വളരെ ശക്തമായി കെട്ടും. എന്തിനാ കെട്ടുന്നത്? വയറ് കുറയുമെന്ന് പലരും വിശ്വസിക്കും. അടുത്ത പ്രധാന ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവത്തിന്റെ ഒരു 3 ആഴ്ച 4 ആഴ്ച നോൺ വെജ് ഒന്നും കഴിക്കരുത്. കേട്ട് കാണും. ഇത് പറയുന്നത് സ്റ്റിച്ച് ഉണങ്ങില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. 1 മാസം തല കഴുകരുത് എന്നുള്ളതാണ് വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളതാണ്. എൻ്റെ വൈഫിനോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് അവർ പറയുന്നത്. ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോസ്റ്റ്മോർട്ടം പീരീഡിൽ. കാരണം ഇപ്പോഴത്തെ ഒരു ചെറിയ കുടുംബങ്ങളാണ് എല്ലാവരും ചെയ്യുന്നത്, അണുകുടുംബങ്ങളാണ്. പിന്നെ ഇവർക്ക് ജോലിയുടെ സ്ട്രെസ്സും എല്ലാം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാകും. കുറച്ച് നാളുകൾക്ക് മുമ്പ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു സ്ത്രീ പൊള്ളലേറ്റ് കൊണ്ടുവന്നു. അത് നമ്മുടെ അടിവയറിലും അതുപോലെ താഴോട്ടുമാണ് പൊള്ളലേറ്റ് വന്നത്. ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ അവസാനം പറയാം. ഇപ്പോൾ ഒരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ ഒരു ആഘോഷം മാത്രമല്ല, അതൊരു പരമ്പരാഗത രീതിയുടെ ഒരു തുടക്കമാണ്. പ്രസവരക്ഷ എന്ന പേരിൽ 45 ദിവസത്തെ പ്രത്യേക പരിചരണ നാം പിന്തുടരുന്നുണ്ട്. ഇതിൽ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെ കൂടുതലും തെറ്റായിട്ടുള്ള വിശ്വാസങ്ങളാണ്. നമ്മൾ ശരിക്കും ചെക്ക് ചെയ്യാതെ നമ്മൾ ഒരു കാരണവശാലും ഇത് ഫോളോ ചെയ്യരുത്. ഇത് ശാസ്ത്രീയമായി പരിശോധിക്കണം. നമ്മൾ കണ്ണടച്ച് അത് ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇന്ന് നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് ChatGPT സെർച്ച് ചെയ്ത് നോക്കാം ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഇപ്പോൾ പ്രസവത്തിന് ശേഷം സ്ത്രീയുടെ ശരീരം സെൻസിറ്റീവ് ആണെന്നുള്ളത് കാര്യം സത്യം തന്നെയാണ്. യൂട്രസ് സ്ലോലി പഴയ നിലയിലേക്ക് പതുക്കെയാണ് മടങ്ങുന്നത്. മസിൽസ് എല്ലാം ഈ സമയത്ത് സ്ട്രെച്ച് ആയിരിക്കും. ഇതാണ് ശരിക്കും അവർ മുതലെടുക്കുന്നത്. ഈ സമയത്താണ് 45 ദിവസം പ്രസവരക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് ശരിക്കും ശിക്ഷയാണ് കൊടുക്കുന്നത്. ഈ സമയത്ത് റിക്കവറി വേണം, കറക്റ്റാണ്. പക്ഷെ തെറ്റായ രീതികൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാവും. ആ സ്ത്രീക്ക് എന്താണ് പറ്റിയെന്നുള്ളത് ഞാൻ അവസാനം പറയാം. ഇപ്പം ഇത് വളരെ അറിവോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. തെറ്റായിട്ട് ചെയ്യരുത്. നമ്മുടെ നാട്ടിൽ മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള നാട്ടിലൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ല. വയറുകെട്ടൽ ഇതാണ് കേരളത്തിൽ വളരെ സാധാരണമായി കാണുന്ന ഒരു പ്രാക്ടീസ്. ഡെലിവറി കഴിഞ്ഞാൽ ഉടനെ വയറ് പിടിച്ച് വളരെ ശക്തമായി കെട്ടും. എന്തിനാ കെട്ടുന്നത്? വയറ് കുറയുമെന്ന് പലരും വിശ്വസിക്കുന്നു. പലരും ടൈറ്റായിട്ട് കെട്ടുന്നതിനാണ്. ശ്വാസം എടുക്കാൻ പോലും സമ്മതിക്കില്ല. നമ്മുടെ സ്ഥലത്ത് മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ, നമ്മുടെ നാട്ടിൽ മാത്രം. ബാക്കിയുള്ള രാജ്യങ്ങളിലൊന്നും സ്ത്രീകൾ പ്രസവിക്കുന്നുണ്ട്, അവിടെ ഒന്നും ഇങ്ങനെ ചെയ്യുന്നില്ല. ഉദരവേഷ്ടനം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. വയറുകെട്ടൽ സുഖപ്രസവത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇത് തെറ്റാണ്. മസിൽ കുറച്ച് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, പോസ്റ്റർ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യും. നമുക്ക് നേരെ ഇരിക്കാനൊക്കെ പറ്റും. ബാക്ക് പെയിൻ കുറച്ച് കുറയും. പക്ഷേ ശക്തമായിട്ട് കെട്ടിയാൽ എന്താണ് പ്രശ്നം? നമുക്ക് ശ്വാസം മുട്ടലുണ്ടാവും. പെൽവിക് ഫ്ലോറിലെ മസിൽസ് വീക്ക് ആവും. അധികം പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ പ്രൊലാപ്സ് ഉണ്ടാവും. അത് വളരെ ഡേഞ്ചറസ് ആണ്. പിന്നെ അത് സർജറിയിലൂടെയൊക്കെ പോവാം. ഓക്കെ, ജെന്റിൽ സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ബാക്കിയുള്ള രാജ്യങ്ങളിൽ അതുപോലും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ജെന്റിൽ സപ്പോർട്ട് ചെയ്യാം. രണ്ടാമത്തത്, വയറ് കെട്ടുന്നത് ഫാറ്റ് കുറയ്ക്കുന്നില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു സപ്പോർട്ട് സിസ്റ്റം മാത്രമാണ്. അത് കേട്ടിട്ടാണ് സ്ത്രീകൾ വയറ് കുറയട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പോസ്റ്റർ സപ്പോർട്ടിന് വേണ്ടി സഹായിക്കും, ബാക്ക് പെയിൻ അല്പം കുറയ്ക്കും. പക്ഷേ ബാക്കി വയറ് കുറയ്ക്കും എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അത് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. മൂന്നാമത്തെ കാര്യം, ഈ സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വയറ് കെട്ടുന്നതും കണ്ടിട്ടുണ്ട്. 4 മുതൽ 6 ആഴ്ച വരെ വയർ ഉണങ്ങാൻ വേണ്ടി സമയം കൊടുക്കണം. വയറിനകത്ത് എല്ലാ യൂട്രസ് ഉൾപ്പെടെ മുറിച്ചിരിക്കുകയാണ്. സ്റ്റിച്ചസിൽ പ്രഷർ വരരുത്. അങ്ങനെയാണെങ്കിൽ ഉണങ്ങില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ വലിഞ്ഞു കെട്ടുന്നത് അത് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്, ഡേഞ്ചറസ് ആണ്. ഇനി ആദ്യത്തെ പ്രശ്നം, ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വയറ് കുറയും എന്നുള്ളൊരു വിശ്വാസം. അങ്ങനെയാണ് അന്ന് സംഭവിച്ചത്. ആ സ്ത്രീയുടെ അടിവയറിൽ ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അത് ഈവൻ ഗുഹ്യഭാഗങ്ങൾ പോലും പൊള്ളിപ്പോയി. എന്ത് സംഭവിച്ചെന്നറിയോ? ഇവര് കുറച്ച് ദിവസം കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി. ഇവർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ മൂത്രം ഒഴിച്ച സമയത്ത് ഈ ഇൻഫെക്ഷൻ അവരുടെ ബ്ലഡിലോട്ട് ഇറങ്ങി. അത് സെപ്സിസ് ആയിട്ട് മാറി. പിന്നെ സെപ്റ്റിക് ഷോക്കിലോട്ട് പോയി. പിന്നെ ഹൈ ആൻറ്റിബയോട്ടിക് കൊടുത്ത് കുറേ നാൾ അവർ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഒരു കാരണവശാലും ഇത്തരത്തിൽ ചൂടുവെള്ളം കോരി വയറിൽ ഒഴിക്കരുത്. അത് നമ്മുടെ വയറ് കുറയാനോ അല്ലെങ്കിൽ വണ്ണം കുറയാനോ ഒന്നും ഹെൽപ്പ് ചെയ്യില്ല. നമ്മൾ ചെറിയൊരു ലൂക്ക് വാം വാട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്രസ് ഈ സമയത്ത് വലുതായിരിക്കുകയാണ്. ചെറിയൊരു ലൂക്ക് വാം വാട്ടർ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഫാറ്റ് ഉരിയില്ല. ഫാറ്റ് ഉരുകുന്നത് എങ്ങനെയാണ്? ഫാറ്റ് ഉരുകുന്നത് നമ്മൾ മെറ്റബോളിക് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഫാറ്റ് ഉരുകുന്നത്. അല്ലാതെ ചൂടുവെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഫാറ്റ് ഉരിയില്ല. അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. അടുത്തൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ 1 മാസം തല കഴുകരുത് എന്നുള്ളതാണ്. വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളതാണ്. എൻ്റെ വൈഫിനോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് അവർ പറയുന്നത്. പക്ഷെ തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് കുടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ നല്ലോണം തോർത്തുക. കാരണം ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുമ്മലൊക്കെ വന്നു കഴിഞ്ഞാൽ തുമ്മി കഴിഞ്ഞാൽ ആ സ്റ്റിച്ചൊക്കെ സിസേറിയൻ കഴിഞ്ഞവർക്ക് പ്രശ്നമാണ്. അപ്പോൾ അത്ര മാത്രമല്ല, അല്ലാതെ കുടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. അടുത്ത പ്രധാന ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവത്തിന്റെ ഒരു 3 ആഴ്ച 4 ആഴ്ച നോൺ വെജ് ഒന്നും കഴിക്കരുത്. കേട്ട് കാണും. ഇത് പറയുന്നത് സ്റ്റിച്ച് ഉണങ്ങില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്.
നോൺ വെജ് കഴിച്ചാൽ വളരെ വേഗത്തിലാണ് മുറിവ് ഉണങ്ങുന്നത്. ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും മുട്ട പോലുള്ള നോൺ വെജ് ഫുഡിൽ എന്തുണ്ട്? പ്രോട്ടീൻ ഉണ്ട്. അത് നമ്മുടെ മുറിവ് ഉണങ്ങാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അത് അത്യാവശ്യമാണ്. വലിയ മുറിവുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനാണ്. ഇപ്പോൾ നോൺ വെജ് സേഫാണ്, വെജിറ്റേറിയനും സേഫാണ്, നിങ്ങൾക്ക് കഴിക്കാവുന്നത് കഴിക്കാം. അടുത്തൊരു പ്രധാന പ്രശ്നം, ഭക്ഷണം കുറയ്ക്കണം. ആദ്യത്തെ ഒരു മാസം അമിതമായ ആഹാരം കഴിക്കരുത്, ചോറ് കഴിക്കരുത്, വണ്ണം കൂടും. ആദ്യത്തെ ഒരു മാസത്തെ ഒരിക്കലും കഴിക്കരുതെന്ന് പല അമ്മമാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അവിടെ കുട്ടികൾക്കൊന്നും കൊടുക്കില്ല, അതായത് പ്രസവിച്ച സ്വന്തം മോക്ക് കൊടുക്കില്ല. പക്ഷെ ഈ സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുകയാണ്. അമ്മയ്ക്ക്, ആ പാൽ കൊടുക്കുന്ന അമ്മയ്ക്ക് കാലറി വേണം, പ്രോട്ടീൻ വേണം, ഫ്ലൂയിഡ് വേണം, ന്യൂട്രീഷൻസ് വേണം. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കണം. ഓക്കെ, നമ്മുടെ മിൽക്ക് പ്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്രീഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം പോസ്റ്റ്മോർട്ടം സമയത്ത് റിക്കവറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയൺ വേണം, കാൽഷ്യം വേണം, പ്രോട്ടീൻ വേണം. ഇത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. കാരണം അമ്മ പാലും കൊടുക്കുന്നുണ്ട്, അമ്മയ്ക്ക് ആ സമയത്ത് റിക്കവറിയും വേണം. അപ്പോൾ അതുകൊണ്ട് ക്രാഷ് ഡയറ്റ് ഒന്നും ഈ സമയത്ത് ചെയ്യൽ, നല്ലോണം ആഹാരം കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡയറ്റ് നോക്കാം. അപ്പോൾ അമ്മയ്ക്കും കുട്ടിക്കും അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അടുത്തൊരു മിത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ നേരം കിടക്കണം. ആദ്യത്തെ ഒരു മാസം എവിടെയും അനങ്ങരുത്, പോരുത്. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. ഒത്തിരി നേരം കിടന്നാൽ ശരിക്കും സർക്കുലേഷൻ കുറയും, ക്ലോട്ട് ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ ലെഗിൽ ക്ലോട്ട് ഉണ്ടാവാം, ശ്വാസകോശത്തിൽ ക്ലോട്ട് ഉണ്ടാവും. അങ്ങനെ എപ്പോഴും കിടക്കുന്നത് നല്ലതല്ല. നമ്മൾ ഇടയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റുമ്പോൾ മൂവ് ചെയ്യണം, നടക്കണം. എനിക്ക് അങ്ങോട്ട് നടക്കണം, എഴുന്നേറ്റ് ഇടയ്ക്ക് അങ്ങോട്ട് നടക്കണം. ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ഫുൾ ടൈം റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഏറ്റവും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഡിപ്രഷനോ വിഷമോ ഒക്കെ വരുന്ന സമയത്ത് ഇത് നോർമലാണ് എന്ന് പറയും. മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോസ്റ്റ്മോർട്ടം സമയത്ത് ഡിപ്രഷൻ വളരെ കോമൺ ആണ്. നമ്മൾ ആ സമയത്ത് മാനസികമായ സപ്പോർട്ട് കൊടുക്കണം. അത് ഇഗ്നോർ ചെയ്യരുത്. നമ്മളൊരു സപ്പോർട്ട് സിസ്റ്റമാണ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ കൂടെ നിന്ന് അവർ പറയുന്നത് കേൾക്കുക, അവർ സപ്പോർട്ട് ചെയ്യുക. ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോസ്റ്റ്മോർട്ടം പീരീഡിൽ. കാരണം ഇപ്പോഴത്തെ ഒരു ചെറിയ ചെറിയ കുടുംബങ്ങളാണ് എല്ലാവരും ചെയ്യുന്നത്, അണുകുടുംബങ്ങളാണ്. പിന്നെ ഇവർക്ക് ജോലിയുടെ സ്ട്രെസ്സും എല്ലാം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർക്ക് റെസ്റ്റ് കൊടുക്കണം, സ്ട്രെസ്സ് കുറയ്ക്കണം. നീ സ്ട്രോങ് ആണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പറയുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ കൂടെ നിന്ന് റിയൽ സപ്പോർട്ട് കൊടുക്കണം. റിയൽ സപ്പോർട്ട് ഫാമിലി കൊടുത്താൽ മാത്രമേ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ കുറച്ചെങ്കിലും രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, എക്സസൈസ് എപ്പോൾ തുടങ്ങണം. നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു ഡെലിവറി കഴിഞ്ഞ് ശരിക്കും 2 ദിവസത്തിനുള്ളിൽ തന്നെ ലൈറ്റ് മൂവ്മെൻറ്റ് നമുക്ക് തുടങ്ങാൻ പറ്റും. എഴുന്നേറ്റ് ബെഡിൽ നിന്ന് പതുക്കെ നടക്കാനായിട്ട് തുടങ്ങാം. ഓക്കെ, അത് സേഫാണ്. പക്ഷേ ഹെവി എക്സസൈസ് അല്ലെങ്കിൽ അബ്ഡോമൻ സ്ട്രെയിൻ എടുക്കുന്നത് അവോയ്ഡ് ചെയ്യണം. ഗ്രാജുവലി ഒരു 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് തുടങ്ങിയാൽ മതി. ഇത് ഓർത്തിരിക്കുക. ഇനി സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞവർക്കാണെങ്കിൽ എക്സസൈസ് എപ്പോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി വ്യത്യാസമാണ്. ആദ്യത്തെ 2 ആഴ്ചയിൽ ലൈറ്റായിട്ടുള്ള വാക്കിംഗ് മാത്രമേ ചെയ്യാവൂ. ഒരു 6 ആഴ്ച കഴിഞ്ഞതിന് ശേഷം, ഒരു മുറിവ് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എക്സസൈസ്, ഞാൻ ഈ പറയാൻ പോകുന്ന എക്സസൈസ് ചെയ്യാവൂ. അപ്പോൾ സ്റ്റിച്ച് ഹീൽ ആയിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പാക്കണം. അതിനു മുമ്പ് നമ്മൾ അബ്ഡോമിനൽ എക്സസൈസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. ഇത് ഓർത്തിരിക്കുക. അപ്പോൾ സുഖപ്രസവമാണെങ്കിൽ വളരെ വേഗത്തിൽ എക്സസൈസ് ചെയ്ത് തുടങ്ങാം. റെസ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസൈസ് ചെയ്ത് മാത്രം നമ്മുടെ ശരീരം ആ സമയത്ത് ഡെവലപ്പ് ചെയ്യാൻ നോക്കരുത്. ഇനി സമയമുണ്ട്. അപ്പം രണ്ടിനും സമയം കൊടുത്ത് ഓവർ എക്സസൈസ് ഒരു കാരണവശാലും ചെയ്യരുത്. ഞാൻ 10 എക്സസൈസ് കറക്റ്റായിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ പോസ്റ്റ്മോർട്ടം ബെല്ലി അല്ലെങ്കിൽ വയറ് കുറയ്ക്കാൻ വേണ്ടി ക്വിക്ക് മെത്തേഡ് തേടുന്നത് പലരും ചെയ്യാറുണ്ട്. ഇതുപോലെ ഓയിൽ തേക്കാറുണ്ട്, അരിഷ്ടം പോലുള്ള സാധനങ്ങൾ കുടിക്കാറുണ്ട്, അതുപോലെ ചൂടുവെള്ളം കോരി ഒഴിക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇതൊന്നും ഈ സമയത്ത് ചെയ്യാതിരിക്കുക. അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ മാത്രം ഫോളോ ചെയ്യുക. പ്രസവത്തിന് ശേഷം ചെയ്യാൻ കഴിയുന്ന പ്രധാന എക്സസൈസ് ഒന്ന് പറഞ്ഞാൽ കീഗൽ എക്സസൈസ് ആണ്. ഡീപ് ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്, പെൽവിക് ടിൽറ്റ് എക്സസൈസ്, ഹീൽ സ്ലൈഡ്, ഗ്ലൂട്ട് ബ്രിഡ്ജ്, കാറ്റ് കൗ സ്ട്രെച്ച്, ബേർഡ് ഡോഗ്, ലെഗ് റൈസ്, ഇങ്ങനെയുള്ള കുറച്ച് എക്സസൈസ് ഉണ്ട്. പിന്നെ മോഡിഫൈഡ് പ്ലാങ്ക്. ഇതെല്ലാം പതുക്കെ പതുക്കെ വേണം തുടങ്ങാൻ. ഇതെങ്ങനെയാണ് ഓരോന്നും ചെയ്യേണ്ടത് വീഡിയോ ഉൾപ്പെടെ ഞാൻ പറയാം. ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല അപകടങ്ങളും നമുക്ക് തടയാനായിട്ട് പറ്റും, അതുപോലെ വയറ് സ്ട്രോങ് ആക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ബോഡി റിക്കവർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓർക്കുക. വളരെ പതുക്കെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ, ധൃതി വെക്കരുത്. ആദ്യത്തെ എക്സസൈസ് കീഗൽ എക്സസൈസ് ആണ്, പെൽവിക് ഫ്ലോർ എക്സസൈസ് ആണ്. കീഗൽ എക്സസൈസ് പെൽവിക് ഫ്ലോർ മസിൽ ശക്തമാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് ആണ്. പ്രസവം കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടതാണ്. യൂറിൻ ഹോൾഡ് ചെയ്യുന്നത് പോലെ താഴത്തെ മസിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിക്കുക. 5 സെക്കൻഡ് പിടിച്ചു നിർത്തിയതിന് ശേഷം പിന്നെ സ്ലോലി റിലാക്സ് ചെയ്യുക. ഇതൊരു 10 മുതൽ 15 തവണ ദിവസത്തിൽ പലവട്ടം ട്രൈ ചെയ്യുക. ഇത് യൂറിനറി ലീക്കേജ് കുറയ്ക്കാനും യൂട്രസ് സപ്പോർട്ട് നൽകാനും വേണ്ടി വളരെയധികം സഹായിക്കുന്ന ഒരു മെത്തേഡാണ്. വളരെ സിമ്പിൾ ആണെങ്കിലും പവർഫുൾ ആയിട്ടുള്ള എക്സസൈസ് ആണ് ഈ കീഗൽ എക്സസൈസ്. രണ്ടാമത്തെ എക്സസൈസ് ഡീപ് ബ്രീത്തിങ് എക്സസൈസ് ആണ്, ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എക്സസൈസ്. ഡീപ് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തെ റിലാക്സ് ചെയ്യാനും ഹീലിംഗ് ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പാരാസിമ്പറ്റിക് സിസ്റ്റമാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. സ്ലോലി മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ വയറ് എക്സ്പാൻഡ് ചെയ്യുക, പിന്നെ സ്ലോലി പുറത്തേക്ക് നമ്മൾ വാ വഴി വിടുക. അപ്പോൾ അബ്ഡോമൻ മൂവ് ചെയ്യുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് സ്ട്രെസ് കുറയ്ക്കും, ഓക്സിജൻ സപ്ലൈ നമ്മുടെ ശരീരത്തിൽ കൂട്ടുകയും ചെയ്യും.
ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് സേഫ് ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന 2 എക്സസൈസ് ആണ് ഞാൻ ഈ പറഞ്ഞ രണ്ടും. അടുത്തുള്ളത് പെൽവിക് ടിൽറ്റ് എക്സസൈസ് ആണ്, അല്ലെങ്കിൽ പെൽവിക് ടിൽറ്റ് എന്നുള്ള എക്സസൈസ്. ഇത് ലോവർ ബാക്ക് പെയിൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കോർ മസിൽസിനെ പതുക്കെ ആക്ടിവേറ്റ് ചെയ്യുന്ന എക്സസൈസ് ആണ്. പുറകിൽ കിടന്ന് മുട്ടുകൾ ഫോൾഡ് ചെയ്ത് വയർ അകത്തേക്ക് സ്ലൈറ്റായി ടൈറ്റൻ ചെയ്ത് ലോവർ ബാക്ക് ബെഡിലേക്ക് പ്രസ് ചെയ്യുക. 5 സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യുക. ഇതൊരു 10 മുതൽ 15 തവണ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇത് അബ്ഡോമൻ റിക്കവറിക്ക് സേഫ് ആയിട്ടുള്ള ഒരു നല്ല എക്സസൈസ് ആണ്. അപ്പോൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട അതാണ്. അടുത്ത എക്സസൈസ് ആണ് ഹീൽ സ്ലൈഡ്. ഹീൽ സ്ലൈഡ് വളരെ ജെന്റിൽ ആയിട്ടുള്ള ഒരു കോർ ആക്ടിവേഷൻ എക്സസൈസ് ആണ്. പുറകിൽ കിടന്ന് ഒരു കാല് സ്ലോലി സ്ട്രെയിറ്റ് ആക്കി സ്ലൈഡ് ചെയ്യുക, പിന്നെ വീണ്ടും തിരികെ കൊണ്ടുവരിക. അബ്ഡോമൻ റിലാക്സ്ഡ് ആയിരിക്കണം, സ്ട്രെയിൻ ഇല്ലാതെ ഇത് ചെയ്യണം. ഓൾട്ടർനേറ്റ് ലെഗ്സും നമുക്ക് ഉപയോഗിച്ച് ഒരു 10 മുതൽ 15 തവണ പതുക്കെ ചെയ്യാം. ഇത് മൂവ്മെന്റ് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മസിൽസ് ആക്ടിവേറ്റ് ചെയ്യാനും വളരെയധികം സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. അടുത്താണ് ഗ്ലൂട്ട് ബ്രിഡ്ജ്. ബ്രിഡ്ജ് എക്സസൈസ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞതാണ്. ഗ്ലൂട്ട് ബ്രിഡ്ജ് ഹിപ്പിനും ലോവർ ബാക്കിനും കോർ മസിൽസും ടൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസ് ആണ്. പുറകിൽ കിടന്നതിന് ശേഷം മുട്ട് ഫോൾഡ് ചെയ്ത് ഹിപ്പ് മാത്രം സ്ലോലി ഉയർത്തുക. ഷോൾഡറിനും നീക്കും ഇടയിൽ സ്ട്രെയിറ്റ് ലൈൻ വരണം. 5 മുതൽ 10 സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക, സ്ലോലി താഴേക്ക് വരിക. ഇതൊരു 10 മുതൽ 15 തവണ റിപ്പീറ്റ് ചെയ്യാം. ഇത് പോസ്റ്റർ ഇംപ്രൂവ് ചെയ്യാനും ബാക്ക് പെയിൻ കുറയ്ക്കാനും സഹായിക്കുന്ന എക്സസൈസ് ആണ്. പിന്നെ നടത്തം ഒരു നല്ല എക്സസൈസ് തന്നെയാണ്. ഈ സമയത്ത് പതുക്കെ പതുക്കെ നടന്നു തുടങ്ങുക. ചെറിയ ഡിസ്റ്റൻസ് ആണ് ആദ്യം തുടങ്ങേണ്ടത്, പിന്നീട് പതുക്കെ പതുക്കെ ഗ്രാജുവലി സമയം കൂട്ടുക. ഇത് നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ ക്ലോട്ട് റിസ്ക് പ്രിവെന്റ് ചെയ്യും. പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ ഈ കാലിൽ ബ്ലോക്ക്, പൾമിനറി എംബോളിസം പോലെ കോംപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യും. അപ്പോൾ ഇത് ബെസ്റ്റ് എക്സസൈസ് ആണ്. അതൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഡെയിലി റൊട്ടീൻ നിങ്ങളൊരു വാക്കിംഗ് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഉള്ളത് കാറ്റ് കൗ സ്ട്രെച്ച് എന്നുള്ള എക്സസൈസ് ആണ്. കാറ്റ് കൗ സ്ട്രെച്ച് സ്പൈനിന്റെ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു നല്ല എക്സസൈസ് ആണ്. അതായത് നമ്മുടെ കൈയും അതുപോലെ മുട്ടും പൊസിഷനിൽ നിന്ന് ഇൻഹേൽ ചെയ്യുമ്പോൾ ബാക്ക് താഴേക്ക് കർവ് ചെയ്യുക, കൗ പോലെ. എക്സ്ഹേൽ ചെയ്യുമ്പോൾ ബാക്ക് മുകളിലേക്ക് റൗണ്ട് ചെയ്യുക, ക്യാറ്റ് പോലെ. അപ്പോൾ സ്ലോലി കൺട്രോൾ ചെയ്ത് ചെയ്യണം, ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ. ഇത് ബാക്ക് പെയിൻ കുറയ്ക്കാനും മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും. വളരെ സൂത്തിങ് ആയിട്ടുള്ള എക്സസൈസ് ആണ്. ചെയ്തു നോക്കുക, എഫക്റ്റീവ് ആണ്. ബേർഡ് ഡോഗ് എക്സസൈസ് എന്ന് പറഞ്ഞ എക്സസൈസ് ഉണ്ട്. ബേർഡ് ഡോഗ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസും കോർഡിനേഷനും കോർ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന എക്സസൈസ് ആണ്. കൈയും മുട്ടും പൊസിഷനിൽ നിന്ന് ഓപ്പോസിറ്റ് ഹാൻഡിലേക്കും ലെഗിലേക്കും സ്ട്രെയിറ്റ് ആയിട്ട് നീട്ടുക. ഫ്യൂ സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് സ്ലോലി ചേഞ്ച് ചെയ്യുക. ബോഡി സ്റ്റേബിൾ ആയിരിക്കണം, ഷിവർ ചെയ്യരുത്, അനങ്ങരുത് ഇങ്ങനെ കിടന്ന്. ഇത് പതുക്കെ പതുക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺട്രോൾ ഇൻക്രീസ് ചെയ്യും. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസ് ആണ്. അടുത്തത് സൈഡ് ലൈയിങ് ലെഗ് റൈസ് എന്നുള്ള എക്സസൈസ് ആണ്. ഇത് ഹിപ്പിലെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന എക്സസൈസ് ആണ്. ഒരു വശത്ത് കിടന്ന് മുകളിലെ കാല് സ്ലോലി ഉയർത്തി താഴേക്ക് കൊണ്ടുവരിക. കൺട്രോൾ വളരെ പ്രധാനമാണ്. ജെർക്ക് ആവരുത്, ഷേക്ക് ആവരുത്. 10 മുതൽ 15 തവണ റിപ്പീറ്റ് ചെയ്യുക. ഇത് ഹിപ്പിന്റെ സ്റ്റെബിലിറ്റിക്ക് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന എക്സസൈസ് ആണ്. അടുത്താണ് ഏറ്റവും അവസാനത്തെ എക്സസൈസ്, മോഡിഫൈഡ് പ്ലാങ്ക്. പതുക്കെ ചെയ്യാവൂ, ഏറ്റവും അവസാനം. ഇത് നിങ്ങളുടെ കോർ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയുള്ള വളരെ നല്ല എക്സസൈസ് ആണ്. ഒരു മാസം, 1.5 മാസം, 2 മാസമൊക്കെ കഴിഞ്ഞ് ചെയ്ത് തുടങ്ങിയാൽ മതി. ബോഡി സ്ട്രെയിറ്റ് ലൈനിൽ ഹോൾഡ് ചെയ്യുക, 10 മുതൽ 20 സെക്കൻഡ് ഇങ്ങനെ ചെയ്യുക. ഗ്രാജുവലി നമുക്ക് കൂടുതൽ ടൈം കൂട്ടാം. 30 സെക്കൻഡ് ആക്കാം, 40 സെക്കൻഡ് ആക്കാം. ഇത് അബ്ഡോമിനൽ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന എക്സസൈസ് ആണ്. നമുക്ക് പെയിൻ അമിതമായിട്ടുണ്ടെങ്കിൽ ഈ എക്സസൈസ് ചെയ്യരുത്, പതുക്കെ മാത്രമേ ചെയ്തു തുടങ്ങാം. അതുപോലെ നമുക്ക് ആദ്യം മുട്ട് തറയിൽ നിന്ന് പൊക്കാൻ പറ്റുന്നില്ലെങ്കിൽ മുട്ട് തറയിൽ പൊക്കാതെയും നമുക്ക് പ്ലാങ്ക് ചെയ്യാം. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം മുട്ട് ചെറുതായിട്ട് പൊക്കാം. 5 സെക്കൻഡ് ചെയ്താലും മതി, അത് തന്നെ എഫക്റ്റീവ് ആണ്. പിന്നെ 10 സെക്കൻഡോട്ട് മാറുക, 15 സെക്കൻഡ്, 1 മിനിറ്റ്, 2 മിനിറ്റും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ പതുക്കെ ചെയ്യാവും. ഇത് ആദ്യം ചെയ്യരുത്. മോഡിഫൈഡ് പ്ലാങ്ക് ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞത് തന്നെ അവസാനം ചെയ്യാനുള്ള എക്സസൈസ് ആണ്. പതുക്കെ ചെയ്യാം, ഒരു 2-3 മാസം കഴിഞ്ഞ് ചെയ്താലും മതി. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കോർ മസിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള എക്സസൈസ് ആണ്. അപ്പം ഞാൻ എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നും വ്യക്തമായിട്ട് പറഞ്ഞു. ചില ആളുകൾക്കൊന്നും ഇഷ്ടപ്പെടില്ല, പക്ഷെ ശാസ്ത്രീയമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ ഇടയ്ക്ക് ഒരു സ്ത്രീ ഇങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇപ്പം ആലോചിച്ചത്, പണ്ട് കിടന്ന ഒരു കാര്യം ആലോചിച്ചത്. ശരിക്കും ഞാനത് മറന്നുപോയിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫിനോടും ഇങ്ങനെ കുറേ ആ സ്ത്രീകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ ചൂടുവെള്ളം ഒഴിക്കണം, അതുപോലെ ഇന്ന കഷായം അരിഷ്ടമൊക്കെ വാരി കുടിക്കണം, പിന്നെ കുളിക്കാൻ പാടില്ല, അനങ്ങാൻ പാടില്ല, അതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് അറിവുള്ളത് കൊണ്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെയാണ് കറക്റ്റ്, ഏതൊക്കെയാണ് അറിഞ്ഞുകൂടാന്നുള്ളത്. അപ്പം ഇനി നിങ്ങളും നല്ല വിവരം ഉണ്ടാക്കുക, അപ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റൂ. പിന്നെ എന്തൊക്കെ എക്സസൈസ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസ് ആണ്. പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നും ഫോളോ ചെയ്യുക. അപ്പം ഇച്ചിരി ലോങ് ആയിപ്പോയി വീഡിയോ, പക്ഷേ യൂസ്ഫുൾ ആണ്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള അറിവുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ്, അത് സ്പ്രെഡ് ആകുമ്പോഴാണ് അത് നല്ലൊരു ആരോഗ്യമുള്ളൊരു ജനതയെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഡോക്ടർ ഡി ബെറ്റർ ലൈഫിൻ്റെ ലക്ഷ്യവും. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.